Good morning, all. Good morning, ma'am. ആരല്ലോ ക്ലാസ്സില് കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? കഴിഞ്ഞ ദിവസം കുറച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഇനി എനിക്ക് എത്ര ചാപ്റ്റേഴ്സ് എടുക്കാറുണ്ട്? മെഡിക്കൽ എക്യുപ്മെന്റ് മാത്രല്ലേ മെഡിക്കൽ അല്ലെ? പിന്നെ ടീച്ചേഴ്സ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററും അല്ലേ? ഓക്കെ. What can hospital do to upgrade patient retention? Patient retention, patientsനെ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നവീകരിക്കാൻ, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെ, നവീകരിക്കാൻ ഹോസ്പിറ്റലിൽ സാധിക്കുന്നത്? പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വരുന്ന പേഷ്യൻസിനെ വീണ്ടും അവിടെ തന്നെ വരാം അല്ലെ, ട്രീറ്റ്മെന്റിന് വേണ്ടി, ചെക്കപ്പിന് വേണ്ടി അല്ലെ, സർവീസിന് വേണ്ടി അവരെന്താ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നതിനെയാണ് പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. എങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം ഒരുക്കുക പേഷ്യൻസിന്? അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള അല്ലെ, ആണോ? അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള, അവരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാകാം ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആദ്യം ഒരു തവണ ചെന്നു, വീണ്ടും നമ്മൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലേ? നല്ല ഡോക്ടേഴ്സിന്റെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സർവീസുകൾ, ബെറ്റർ സർവീസുകൾ അല്ലെ? അപ്പൊ എന്താണ് പേഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ വീണ്ടും അവിടേക്ക് വിളിക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ, കൂടാതെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരിക്കുക. Next, intimate the patients in advice about the treatment procedures. എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് അല്ലെ? ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പല നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ പേഷ്യൻസിന്. ചെക്കപ്പുകള്, പ്രൊസീജിയേഴ്സ്, ടെസ്റ്റുകൾ അല്ലെ, സ്കാനിങ്ങുകള്, മെഡിക്കേഷൻസ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക, അഡ്വൈസുകൾ നൽകുക. നെക്സ്റ്റ്, എക്സൽ പേഷ്യൻസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. എന്താണ് പേഷ്യൻസിന് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിൽ വരുമ്പോ പ്രതീക്ഷകള്. അപ്പൊ എന്താണ് ആ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള സർവീസ് അവർക്ക് നൽകുക. കൂടാതെ എന്താണ് പേഷ്യൻസിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, ഏറ്റവും നല്ല ചികിത്സ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാക്കുക. നെക്സ്റ്റ്, കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദ വിസിറ്റ്. എന്താണ് പേഷ്യൻസിന്റെ വിസിറ്റിന് ശേഷം എന്ത് നടത്തുക? ഫോളോ അപ്പ് സർവീസുകൾ നടത്താം അല്ലെ?
ഇപ്പൊ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഫോളോ അപ്പുകൾ നടത്തി സർവീസ് നടത്തിക്കൂടെ? ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് പേഷ്യൻസിന് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? ആണോ? അപ്പൊ എന്താണ്, ഓരോ വിസിറ്റിന് പേഷ്യൻസിന്റെ വിസിറ്റിന് ശേഷം ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എന്തെടുക്കുക, അവരിൽ നിന്ന് ഫോളോ അപ്പ് സർവീസുകൾ കണ്ടക്ട് ചെയ്യുക, നടത്തുക. നെക്സ്റ്റ് എന്താണ്, ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. പേഷ്യൻസിന് എന്ത് കൊടുക്കുക? ഇൻസ്ട്രക്ട്, ഉപദേശങ്ങൾ അല്ലെ? ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസ് അറിയിക്കുകയും ചെയ്യുക. എന്തിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഹോസ്പിറ്റലില് പേഷ്യൻസിന് കൊടുക്കുന്നത്? അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട അല്ലെ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഫുഡ്, ഡയറ്റ് കൺട്രോൾ അല്ലെ, മെഡിക്കേഷൻസിനെ കുറിച്ച് കൊടുക്കാം, ഡയറ്റിനെ കുറിച്ച് കൊടുക്കാം അല്ലെ. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും അവർക്ക് നൽകുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? ഫസ്റ്റ് നോക്കിയേ, the patient satisfaction often relates to. എന്താണ് patient satisfaction? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? The expectation that a patient has as of the care team അല്ലെ, ആ ഹോസ്പിറ്റലിലെ കെയർ ടീം, പരിചരണ ടീമിൽ നിന്ന് ആ രോഗി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അല്ലെ, അവരുടെ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ ഇല്ലേ? അതുമായി ബന്ധപ്പെട്ടില്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ? ഡോക്ടറുടെ സർവീസുമായി അല്ലേ, അവിടുത്തെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, സർവീസുകളുമായി ബന്ധപ്പെട്ട് എന്താണ്, അവിടുത്തെ ആ ഹോസ്പിറ്റലിലുള്ള കെയർ ടീമിൽ നിന്നുള്ള പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ, ചികിത്സാ പദ്ധതികൾ. ആ പേഷ്യൻസിന്റെ ചികിത്സാ പദ്ധതികളുമായിട്ടുണ്ടാവും അവർക്ക് ഒരു എക്സ്പെക്ടേഷൻസ് അല്ലെ, ഉണ്ടാവും. അപ്പൊ അതെന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നെക്സ്റ്റ് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. ഉണ്ടോ? ആ പേഷ്യൻസും അവർക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എങ്ങനെയുള്ളതായിരിക്കണം? ഇഫക്റ്റീവായ രീതിയിൽ അല്ലെ, കാര്യക്ഷമമായ രീതിയിലായിരിക്കണ്ടേ. ഇപ്പൊ ഒരു പേഷ്യൻസ് ചെന്നിട്ട് അവരടുത്ത് അവരെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും നൽകാത്ത ഡോക്ടർ ആണെങ്കിൽ അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? നിങ്ങളുടെ ആരോഗ്യനില ഇങ്ങനെതാണ്, നിങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെന്റുകൾ വേണം എന്നൊന്നും പറഞ്ഞു കൊടുക്കാത്ത ഒരു ഡോക്ടറെ ഏതെങ്കിലും ഒരു പേഷ്യൻസ് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ എന്താണ്, ആ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളും പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എങ്ങനെയുള്ളതായിരിക്കണം? ഇഫക്റ്റീവായ രീതിയിൽ അല്ലെ, കാര്യക്ഷമമായ രീതിയിലായിരിക്കണം. നെക്സ്റ്റ് വെയിറ്റ് ടൈംസ്. വെയിറ്റ് ടൈംസ് എങ്ങനെയായിരിക്കണം? പ്ലസ് ആയിരിക്കണോ, മോർ ആയിരിക്കണോ? ഹോസ്പിറ്റലില് വെയിറ്റിംഗ് ടൈംസ്, വെയിറ്റിംഗ് അവേഴ്സ് ലെസ് ആയിരിക്കണം അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണ് അല്ലെ, ടൈമിംഗ് അവേഴ്സ്, വെയിറ്റ് ടൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ആ ഹോസ്പിറ്റലിലെ ഉള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ അല്ലെ, അതും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടതല്ലേ. ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള ഒരു കൾച്ചർ ആയിരിക്കണം? പേഷ്യന്റ് സെന്റേർഡ് കൾച്ചർ ആയിരിക്കണം അല്ലെ. എന്തേ? പേഷ്യന്റ് സെന്റേർഡ് അല്ലെ, പേഷ്യൻസിനെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംസ്കാരമായിരിക്കണം അല്ലെ. അപ്പൊ എന്താണ്, ആ ഹോസ്പിറ്റലിലെ കൾച്ചറും എൻവയോൺമെന്റും ഇതൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Patient satisfaction survey. Patient satisfaction survey എന്താണ് നോക്കിയേ. The patient satisfaction surveys catch self-reported patients evaluation of multiple touch points in the course of their medical care experience. Medical patient satisfaction survey ആരാണ് ചെയ്യുന്നത്? നടത്തുന്നത് ഓർഗനൈസേഷൻ. ചെയ്യുന്നത് ആരാ? പേഷ്യൻസ് ആണോ? അപ്പൊ അതെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാച്ച് സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ അല്ലെ. പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫ് ദെയർ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ്, അവിടെ നിന്ന് ലഭിച്ച അവരുടെ എക്സ്പീരിയൻസ് അല്ലെ, മെഡിക്കൽ കെയർ വൈദ്യ പരിചരണം അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് എന്ന് അവരെന്ത് ചെയ്യുന്നു? വിവിധ ടച്ച് പോയിന്റ്സിലൂടെ അവർ സ്വയം തന്നെ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ, വിലയിരുത്തല്ലേ? സെൽഫ് ആയിട്ട് അല്ലെ, സ്വയമേ തന്നെ അതെന്താ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വിവിധ മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആപ്പ് വഴി അല്ലെ, ഹോസ്പിറ്റൽ ആപ്പ് വഴി നമുക്ക് സർവേ നടത്തിക്കൂടെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പ്രിന്റ് തന്നിട്ട് ചെയ്യാം അല്ലെ. പ്രിന്റഡ് ഷീറ്റ് തന്നിട്ട് നമുക്ക് അതിൽ ടിക്ക് ചെയ്ത് കൊടുത്തൂടെ? വെബ്സൈറ്റ് വഴി ചെയ്യാം അല്ലെ. വെബ്സൈറ്റ് വഴി ചെയ്യാലോ. ലിങ്ക് വഴി ചെയ്യാം അല്ലെ. ലിങ്ക് അയച്ചു തന്നിട്ട് ലിങ്ക് വഴി ചെയ്യാം അല്ലെ. അപ്പൊ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതിനെയാണ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് വിവിധ രീതിയിലൂടെ അവര് സ്വയമേ വിലയിരുത്തുന്നതിനെയാണ് എന്താണ്? രേഖപ്പെടുത്തുന്നതിനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Depending on what aspect of patient satisfaction is being calculated. എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത്, എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആ ഹോസ്പിറ്റലിനെ ഏത് വശം, ഏത് ആസ്പെക്റ്റിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് ഹോസ്പിറ്റൽ പല പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യാലോ. എക്സാമ്പിൾ നോക്കിയേ, റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ് അല്ലേ, ജീവനക്കാരുടെ പെർഫോമൻസ്, അവരുടെ പ്രതികരണം നമുക്ക് ഇവാലുവേറ്റ് ചെയ്തൂടെ? അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അല്ലെ. അപ്പൊ എന്താണ് എക്സാമ്പിൾസ്? ആ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ്, സ്റ്റാഫുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ക്ലിനിഷ്യന്റെ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഇഫക്റ്റീവ് ആയിരുന്നു അല്ലെ. കൂടുതൽ സമയം അവരുടെ വിവരങ്ങൾ ചോദിക്കാനായിട്ട് അവര് ചെലവഴിച്ചിട്ടുണ്ടോ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്യുന്നു. ടെക്നിക്കൽ സ്കിൽ അല്ലെ, സാങ്കേതിക കഴിവുകള്, ഇപ്പൊ ടെസ്റ്റുകള്, ലാബ് എന്താണ് സ്കാനിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറികൾ അല്ലെ. അപ്പൊ ടെക്നിക്കൽ സ്കില്ല് അല്ലെങ്കിൽ ബില്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടും ടെക്നിക്കൽ സ്കില്ല്. ആൻഡ് ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, ഹോസ്പിറ്റലിലെ അന്തരീക്ഷം ക്ലീൻ ആണോ, ഹൈജീൻ ആണോ, പേഷ്യൻസിന് കംഫർട്ട് ആവുന്ന രീതിയിലാണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് ആശ്രയിച്ചാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണക്കാക്കുന്നത്. ക്ലിയർ ആയോ? പാരഗ്രാഫ് ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് സർവേസ്, സാറ്റിസ്ഫാക്ഷൻ സർവേസ് can be generated and issued in house. നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ വീടുകളിൽ ഇരുന്നാണ്, നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം നമുക്ക് ചെയ്തൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ? ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇഷ്യൂഡ് ഇൻ ഹൗസ്? നമുക്ക് വീടുകളിൽ വെച്ച് വേണമെങ്കിലും ആ സർവേ നടത്താനായി സാധിക്കുന്നു.
but many hospitals depend on third-party providers with experience in developing. എന്താണ് ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നു, ഒരു തേർഡ് പാർട്ടി നമ്മ ഏജൻസികളൊക്കെ നോക്കൂലോ, ഏജൻസികളൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നോക്കുന്നതില്ലേ, നമ്മ ഈ സർവേ നടത്താനായിട്ട് തേർഡ് പാർട്ടി വേറൊരു ഏജൻസിനെ ഏൽപ്പിക്കാറുണ്ടോ? ഗവൺമെന്റ് ആണെങ്കിലും അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, ചില ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ള സർവേകൾ നടത്താനായിട്ട് അവരുടെ ആ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പേഷ്യൻസിന്റെ ആ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ് തേർഡ് പാർട്ടിയെ, മറ്റൊരു ഏജൻസിയെ ഒക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, ആശ്രയിക്കാറുണ്ട്. അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ്. ഇവർ എന്ത് ചെയ്യുന്നു, ഈ പേഷ്യൻസിൽ നിന്ന് ലഭിച്ച ഡാറ്റാസ് എന്ത് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റിംഗ് നടക്കുകയും കൂടാതെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് അല്ലെ ഇവര് വിശദീകരിക്കുകയും ചെയ്യുന്നു അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മ മിസ് ആ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തപ്പ ബാർ ഡയഗ്രാം വഴി അല്ലെ, പൈ ഡയഗ്രാം വഴി അല്ലെ, അങ്ങനെയൊക്കെ കാണിച്ചു തന്നില്ലേ ന്യൂമറിക്കലി. എന്താണ് ആ ഹോസ്പിറ്റൽ എത്രത്തോളം പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അല്ലെ, എത്രത്തോളം പേഷ്യൻസ് അവിടെ അൺസാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഇവര് കണ്ടെത്തിയ കാര്യങ്ങളെ ഇവര് ഇവാലുവേറ്റ് വിലയിരുത്തുന്നു. ക്ലിയർ ആയത്? പിന്നെ കൂടാതെ അവർക്ക് എന്ത് കാണിക്കാൻ പറ്റും, 2015 ഇത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ, പിന്നെ എന്താണ് 2016 നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും ആ പേഷ്യൻസിൽ ഇത്ര വർധനവ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അത് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് നമുക്ക് കാണിച്ചു തന്നോടെ, റെപ്രസെന്റേഷൻ കാണിച്ചു തന്നോടെ. അപ്പൊ എന്താണ് ഈ തേർഡ് പാർട്ടി അവരെന്ത് ചെയ്യുന്ന, സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് ഇങ്ങനെയുള്ള സർവേകൾ നടത്തിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി റിപ്പോർട്ടഡ് സമർപ്പിക്കുന്നു. ക്ലിയർ ആയത്? Next, a patient satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of healthcare service provider. എന്താണ് ആ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്നുള്ള ലഭിച്ച ക്വാളിറ്റിയില്, ഗുണനിലവാരത്തില്, അവിടെ നിന്ന് ലഭിച്ച അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച കെയർ, പരിചരണം എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടാണ് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത് അല്ലെ, ശേഖരിക്കുന്നത് അല്ലെ. ആദ്യം തന്നെ പറഞ്ഞ എന്താണ്, കുറച്ച് ക്വസ്റ്റ്യനിലൂടെയാണ് അല്ലെ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. അവിടുത്തെ അപ്പോയിന്റ്മെന്റ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ സാധിച്ചോ അല്ലെ, ഡോക്ടറെ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചോ അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ. അങ്ങനെയാണ് സം ക്വസ്റ്റ്യനറിയിലൂടെ അല്ലെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അത് എന്തിനൊക്കെയായി ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്ക് അവിടെ നിന്ന് ലഭിച്ച ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരത്തില്, ആ ട്രീറ്റ്മെന്റില് അല്ലെ, കെയറില്, പരിചരണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തില് തയ്യാറാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനിലൂടെയാണ് അവരിൽ നിന്ന് ഈ ഫീഡ്ബാക്ക്, പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, the patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help medical institutions in ascertaining the level of care extended and pitfalls in services. ഈ ഇങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ത് ചെയ്യുന്നുണ്ട്, രോഗി പരിചരണത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ, ഇല്ലേ? ഓവറോൾ പേഷ്യൻസ് കെയേഴ്സിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ലേ അല്ലെ? ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്ത് അവരവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്തിക്കൂടെ? അപ്പൊ എന്താണ്, ഈ എങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ത് നടത്തുന്നുണ്ട്, രോഗി പരിചരണത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, വിലയിരുത്താനായിട്ട്
സഹായിക്കുന്നു. അത് ഹോസ്പിറ്റലിന് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? അപ്പോ ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? പരിചരണത്തിന്റെ നിലവാരം അറിയാൻ സഹായിക്കുന്നുണ്ട് അല്ലേ? അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അവര് നടക്കുന്ന ഫെസിലിറ്റീസ്, സർവീസുകൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പിഴവുകൾ അല്ലെ? പിഴവുകൾ പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞാൽ പിഴവുകൾ. അപ്പൊ അവരെന്താണ്? അവരുടെ സർവീസുകളില്, അവരുടെ സേവനങ്ങളിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ സർവേകൾ ഹോസ്പിറ്റലിനെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ്? രോഗി പരിചരണത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു. ഇത് ആ പേഷ്യൻസിന്, ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലഭിച്ച പരിചരണം എത്രത്തോളം ഗുണനിലവാരമുണ്ട് എന്നറിയാനും അവിടെ നിന്ന് ലഭിച്ച സർവീസുകളില് എന്തെങ്കിലും പഴുതുകൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് 6 underlying metrics which patient satisfaction have to be measured on are. എന്താണ് നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാനുള്ള 6 അടിസ്ഥാന അളവുകൾ. 6 underlying metrics, 6 അടിസ്ഥാന അളവുകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ? വൈദ്യപരിചരണത്തിന്റെ, മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം. നെക്സ്റ്റ് പറയുന്നത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ? ഇന്റർപേഴ്സണൽ സ്കില്ല് 2 തരത്തിലുള്ള സ്കില്ലുണ്ട്, പേഴ്സണൽ സ്കില്ലാണ്. ഒന്ന് ഇന്റർപേഴ്സണൽ, 2 ഇൻട്രാപേഴ്സണൽ. കേട്ടിട്ടുണ്ടോ അത്? ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അത് ഏത് പേഴ്സണാലിറ്റിയാണ്? സ്റ്റാഫിന്റെ ഉള്ളിൽ. അങ്ങനെയല്ല, ഇത് നമുക്ക് ഓരോ വ്യക്തിക്ക് നമുക്ക് 2 രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. എന്താണ്? ഒന്ന് സ്കില്ല്, ഒന്നെന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ സ്കില്ല്, രണ്ടാമത് പറയുന്നത് ഇൻട്രാപേഴ്സണൽ. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് മറ്റുള്ളവരെ പെട്ടെന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? അവരുടെ ഫീലിങ്സ് എന്താണ്? ഇല്ലേ? നേടിയെടുത്ത സ്കില്ലല്ല, ചിലർക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ അവരുടെ വികാരങ്ങൾ അല്ലെ? അവരുടെ എന്താണ് ഇമോഷൻസ് ഉണ്ടോ? ഈ സൈക്കോളജിസ്റ്റ് അവരെങ്ങനെയാണ് പെട്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണോ? സ്കില്ലുള്ളവരായിരിക്കും അല്ലെ? അവരെന്താണ്, വിഷമങ്ങൾ എന്താണ് അല്ലെ? അങ്ങനെ എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്കില്ല്, കഴിവിനെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം മനസ്സിലാക്കാൻ കഴിയില്ലേ? നമുക്ക് എത്രത്തോളം കഴിവുകളുണ്ട് അല്ലെ? ആണോ? സ്വന്തം കഴിവുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ചിലർക്ക് എന്താണ്, എന്തൊക്കെ കഴിവുകൾ ഉണ്ടായാലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെ? എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് ഇൻട്രാപേഴ്സണൽ സ്കില്ല്. എന്താണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൾ, സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്ത് സ്കില്ലാണ് വേണ്ടത്? അവരുടെ മുമ്പിൽ വരുന്ന രോഗികളെ മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ? അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ? വിഷമങ്ങളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കണം അല്ലെ? പ്രകടിപ്പിക്കണം അവരുടെ ഇന്റർപേഴ്സണൽ സ്കില്ല് അവർ പ്രകടിപ്പിക്കണം. ക്ലിയർ ആയത്?
Okay. Next, transparency and communication between care provider and patients. പേഷ്യൻസും കെയർ പ്രൊവൈഡറും പരിചരണം കൊടുക്കുന്ന ആളും തമ്മിൽ എന്തുണ്ടായിരിക്കണം ഉള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ, എന്തൊക്കെ ഉണ്ടായിരിക്കണം? ട്രാൻസ്പെറൻസി അല്ലെ, സുതാര്യത ഉണ്ടായിരിക്കണം, വേണ്ടേ? ആശയവിനിമയം ഉണ്ടായിരിക്കണം. ആശയവിനിമയം എങ്ങനെയുള്ളതായിരിക്കണം? സുതാര്യമായതായിരിക്കണം. ഈ കെയർ പ്രൊവൈഡർ ഈ പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ച് മനസ്സിൽ വെച്ചോണ്ട് അവരോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഇല്ല അല്ലെ. അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അവർക്ക് തന്നെ എന്ത് കൊടുക്കണം? കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം അല്ലെ, ഡീറ്റെയിൽ ആയിട്ടുള്ള റൈറ്റ് ഇൻഫോർമേഷൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ആ പേഷ്യൻസും ആ കെയർ പ്രൊവൈഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സുതാര്യമായിരിക്കണം. ക്ലിയർ ആയോണ്ട്? നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ. എന്താണ്? പരിചരണത്തിന്റെ സാമ്പത്തിക വശങ്ങള്. ന്യൂസ് എടുത്തപ്പോ പറഞ്ഞു എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത്? കോസ്റ്റ് എഫക്റ്റീവ് അല്ലെ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് പേഷ്യൻസിന് അടയ്ക്കാൻ പാകത്തിന് അല്ലെ, ബില്ലുകളൊക്കെ പേയ്മെന്റ് ചെയ്യാൻ ലോ കോസ്റ്റ്, കുറഞ്ഞ കോസ്റ്റ് ഉള്ള എന്താണ് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കണം ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ്, അസസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. എന്ത് വേണം? പേഷ്യൻസ് വരുമ്പോൾ ആരൊക്കെ ലഭ്യത ഉണ്ടായിരിക്കണം? ഡോക്ടേഴ്സിന്റെയും അതർ മെഡിക്കൽ പ്രൊഫഷണൽസും വേണം അല്ലെ, ട്രീറ്റ്മെന്റിന് വേണ്ടി, മറ്റ് പരിചരണങ്ങൾക്ക് വേണ്ടി, വേണ്ടേ? അപ്പൊ എന്താണ്? അസസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. എന്താണ്? ഡോക്ടർമാരും ഫിസിഷ്യൻസിന്റെ, ഡോക്ടേഴ്സിന്റെ, മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലഭ്യത പേഷ്യൻസിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അക്സസിബിലിറ്റി ഓഫ് കെയർ. പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പരിചരണം എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് അല്ലെ, അക്സസിബിലിറ്റി ഓഫ് കെയർ ഇല്ലേ? ഇപ്പൊ അവർക്ക് വേണ്ട പരിചരണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആകുമോ? അവർക്ക് വേണ്ട നല്ല രീതിയിലുള്ള പരിചരണം ആ ഹോസ്പിറ്റൽ, ബാക്കിയെല്ലാം അവർക്ക് കിട്ടി, ക്വാളിറ്റി ഇത് കിട്ടി, ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ഡോക്ടേഴ്സിന് കിട്ടി, കമ്മ്യൂണിക്കേഷൻ ആ ഡോക്ടറിന്റെ നല്ല രീതിയിലായിരുന്നു. പക്ഷെ എന്താണ്? ബാക്കി പ്രവർത്തനങ്ങളില് ലഭ്യത അവർക്ക് ലഭിച്ചിട്ടില്ല. സ്കാനിങ്ങിന്റെ ആയിക്കോട്ടെ, മെഡിസിന്റെ ലഭ്യത ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്? ഇല്ല. അപ്പൊ എന്താണ്? അക്സസിബിലിറ്റി ഓഫ് കെയർ. അതൊക്കെയാണ് 6 മെഷേർഡ് സ്കെയിലുകള്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, a patient satisfaction survey can be conducted any time during an electronic medical record or an electronic health record. നമുക്ക് patient satisfaction survey ഏത് സമയത്ത് വേണമെങ്കിലും നടത്താം. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളുടെ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നടത്താം. It can be completed by way of mobile, physical copies and of the survey, website, POS device, computers in waiting rooms or any other medium. നമുക്ക് എന്താണ്? ഇങ്ങനെയുള്ള സർവേകൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നടത്താം. എന്താണ്? മൊബൈൽ വഴി നടത്താം. ഫിസിക്കൽ കോപ്പീസ്, അതായത് പ്രിന്റഡ് കോപ്പീസ് ഒക്കെ ഇല്ലേ, അങ്ങനെ നടത്താം. പിന്നെ എന്താണ്? വെബ്സൈറ്റ് ത്രൂ നടത്താം. POS ഡിവൈസ് എന്ന് പറഞ്ഞാല് പോയിന്റ് ഓഫ് സ്കെയിൽ. POS ഡിവൈസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സ്കെയിൽ. നമുക്ക് എന്താണ്? ആപ്പ് വഴി, വെബ്സൈറ്റ് വഴി, അങ്ങനെയുള്ള രീതിയിൽ നടത്താം. അതല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂം, പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന റൂമില്
കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നടത്താം. ഓർ അതർ മീഡിയം, മറ്റ് മീഡിയം വഴിയും നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് പല രീതിയിൽ നടത്താം. ക്ലിയർ ആയോ? Next, patient satisfaction survey. Dear patients, we are interested to know what you think about our services. എന്താണ് ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെ? To know what you ഞങ്ങളുടെ സർവീസുകളെ കുറിച്ച്, നിങ്ങളുടെ അഭിപ്രായത്തെ കുറിച്ച്, നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. Your performance by completing this brief or 5 minute survey in connecting with your visit. എന്താണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെ? ഞങ്ങളുടെ പെർഫോമൻസിൽ നിന്ന്, ഞങ്ങളുടെ പ്രകടനത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഈ ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ചെറിയ സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ? എന്താണ് നെക്സ്റ്റ് പറയുന്നത്? താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കിടാൻ സമയമെടുത്തതിന് നന്ദി. എന്താണ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലല്ലേ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കിടാൻ സമയമെടുത്തതിന് നന്ദി. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്സ്, നമ്മൾ അപ്പോയിന്റ്മെന്റ്സിന് എടുത്ത ഡേറ്റും പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ് നമ്മൾ സർക്കിൾ ചെയ്യാം. താഴെ തന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ പ്രിന്റഡ് കോപ്പി ഇല്ലേ? എന്താണ്? ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. ഈ പറയുന്നവഴില്, താഴെ തന്നിരിക്കുന്നവഴില് നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ്? വെരി സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? സോറി, വെരി ഡിസാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? വെരി സാറ്റിസ്ഫൈഡ് ആണോ? എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ? നോക്കിയേ, ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്സ്. ചെക്കപ്പുകൾക്കുള്ള അപ്പോയിന്റ്മെന്റ് എളുപ്പത്തിൽ എടുക്കാൻ സാധിച്ചോ? ഫിസിക്കൽ എക്സാം, വെൽ വിസിറ്റ്, റുട്ടീൻ ഫോളോ അപ്സ്, അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ. വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മെങ്കിൽ മാർക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മ റിസപ്ഷനിലൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മ എന്തിലും കൊടുക്കും? സാറ്റിസ്ഫൈഡ് കൊടുക്കോ? മാർക്ക് റൗണ്ട് സർക്കിൾ ചെയ്യോ? ഇല്ല അല്ലെ? വെരി ഡിസാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? നമ്മുടെ ക്ഷമയൊക്കെ അവിടെ കഴിഞ്ഞു അല്ലെ? അപ്പൊ നമ്മ എന്ത് ചെയ്യും? 2 കൊടുക്കും. അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5. ദ കംഫർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ കംഫർട്ട് ആയിരുന്നു. നെക്സ്റ്റ്, ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. നമ്മുടെ ഡോക്ടറിനെ, നമ്മ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത ഡോക്ടറിനെ നമുക്ക് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാണാനായി സാധിച്ചോ? ദ കംഫർട്ട് ഓഫ് ദി എക്സാമിനിങ് റൂം. നമ്മ ഡോക്ടേഴ്സിന്റെ എക്സാമിനിങ് റൂമില് കംഫർട്ട് ആയിരുന്നു. ഹൗ വാസ് ദ ക്ലീൻനെസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ശുചിത്വത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ടൈം എങ്ങനെയായിരുന്നു? ദ കോർട്ടസി ഓഫ് ദി സ്റ്റാഫ് അല്ലെ? സ്റ്റാഫ് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറിയത്? മര്യാദയോടെയാണോ അല്ലെ? കോർട്ടസി എന്ന് പറഞ്ഞാല് മര്യാദയോടെയാണോ സ്റ്റാഫ് പെരുമാറിയത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ചിലവായി നിങ്ങൾക്ക് വന്ന കോസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസസ്. ഞങ്ങളുടെ രോഗനിർണയ സേവനങ്ങൾ എങ്ങനെയുണ്ട്? വെരി ഡിസാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? നെക്സ്റ്റ്, ദ ക്വാളിറ്റി ഓഫ് ദി കെയർ യു ഹാവ് റിസീവ്ഡ്. നിങ്ങൾ എവിടെ നിന്ന് റിസീവ് ചെയ്ത പരിചരണം ക്വാളിറ്റി ഉണ്ടോ? ഗുണനിലവാരമുള്ളതാണോ? യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസസ്. ഞങ്ങളുടെ സർവീസുകളെ കുറിച്ച് നിങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താണ്? ക്ലിയർ അല്ലേ?
നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്നതാണ് അല്ലെ? ജസ്റ്റ് മിസ് വായിച്ചെന്നുള്ളൂ. നെക്സ്റ്റ് patient satisfaction surveys benefits for patients and hospital. ഈ patient satisfaction survey കൊണ്ട് ആ പേഷ്യൻസിനും ഹോസ്പിറ്റലിനും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഗുണങ്ങളുണ്ടോ? ഉണ്ടല്ലേ, പല രീതിയിൽ ഗുണങ്ങളുണ്ട് അല്ലെ? ഹോസ്പിറ്റലിൽ എന്താണ് അവരുടെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കുന്നു അല്ലെ? അവർക്ക് വരുന്ന പോരായ്മകള് ഡെവലപ്മെന്റുകൾ നടത്താനായിട്ട് അല്ലെ? അവർക്ക് വരുന്ന പോരായ്മകളൊക്കെ അവർക്ക് തന്നെ കണ്ടെത്തി അവർക്ക് അത് നികത്താനായി സാധിക്കുന്നുണ്ട് അല്ലെ? അതുവഴി എന്താണ് പേഷ്യൻസിന് ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് are an important way to scale how the patients feel about their experience with the practice. ആ ഹോസ്പിറ്റലിലെ പ്രാക്ടീസിലെ പ്രവർത്തനങ്ങളില് ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അനുഭവങ്ങള് എത്രത്തോളം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഗുഡ് ആണോ ബാഡ് ആണോ, അവർക്ക് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അളക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് വേ ആണ് അല്ലെ? പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഏതായോ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ എക്സ്പീരിയൻസിലെ അനുഭവത്തില് പേഷ്യൻസ് എത്രത്തോളം കംഫർട്ടാണ്, അവർക്ക് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. Contented patients are more probably to suggest the hospitals to others, and they are also less probable to file complaints. Contented, satisfied ആയിട്ടുള്ള അല്ലെ, തൃപ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? ഈ ഹോസ്പിറ്റലിനെ മറ്റ് ആളുകൾക്ക് റെഫർ ചെയ്യും അല്ലെ? പറഞ്ഞു കൊടുക്കുമല്ലോ, അവരുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കോ? എന്താണ്? Contented patients are more probable to suggest the hospital to others. എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റ് ആളുകൾക്ക് ആ ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് they are also less, വീണ്ടും വരും, റിട്ടൻഷൻ നിലനിർത്താനായിട്ട് സാധിക്കുന്നു അല്ലെ? ആൻഡ് they are also less probable to file complaints. അവരെന്ത് ചെയ്യില്ല? കംപ്ലൈന്റ്സുകൾ ഫയൽ ചെയ്യോ? ഹോസ്പിറ്റലിനെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ല. അങ്ങനെ എന്താണ്? കംപ്ലൈന്റ്സുകൾ ഫയൽ ചെയ്യാനുള്ള, രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും കുറവായിരിക്കും. Aiming and maintaining high patient satisfaction scores benefits medical organization and patients in a lot of ways. എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഒരുപാട് നേടുന്നത് കൊണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട്, നിലനിർത്തുന്നത് കൊണ്ട് പേഷ്യൻസിനും ആ ഓർഗനൈസേഷനും ആ ഹോസ്പിറ്റലിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ? ഗുണങ്ങളുണ്ട് അല്ലെ? രണ്ടുപേർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. എന്ത് പറ്റുന്നു? പേഷ്യൻസിന്റെ വിശ്വസ്തത നിലനിർത്താനായിട്ട് സാധിക്കുന്നു അല്ലെ? നല്ല സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നല്ല സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യൻസിന് വിശ്വസ്തത കിട്ടുന്നു അല്ലെ? പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ, പേഷ്യൻസിന്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കാനും അവരെ അവിടെ തന്നെ നിലനിർത്താനും റിട്ടൻഷൻ ചെയ്യിക്കാനും സാധിക്കുന്നു. നോക്കിയാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. പേഷ്യൻസ് ഹാവ് മോർ ചോയ്സസ് ഇൻ കണക്ഷൻ വിത്ത് ദെയർ ഹെൽത്ത് കെയർ ദാൻ എവർ ബിഫോർ അല്ലെ? നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടോ ഹെൽത്ത് കെയർ തിരഞ്ഞെടുക്കാൻ അല്ലേ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിലും അല്ലെ, നമ്മുടെ ടൗണിലാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണുള്ളത്, ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹോസ്പിറ്റലിലെ പരിചരണം ക്വാളിറ്റി ഇല്ല, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ? അപ്പൊ എന്താണ്? പേഷ്യൻസിന് ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? മെഡിക്കൽ ഹെൽത്ത് കെയർസിൽ അവർക്ക് ഹെൽത്ത് കെയർ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ചോയ്സസ് ഉണ്ട്.
Satisfied patients are more probable to be faithful patients. Satisfied ആയിട്ടുള്ള തൃപ്തരായിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? ആ ഹോസ്പിറ്റലിനോട് വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ? അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ്? മോർ പ്രോബബിൾ എന്താണ്? ആ ഹോസ്പിറ്റലിനോട് കൂടുതൽ വിശ്വസ്തതയുള്ള ആളുകളായിരിക്കും, പേഷ്യൻസ് ആയിരിക്കും. This not only means that they will schedule the necessary checkups, follow-ups, and other required appointments, but they are more probable to keep them. എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവര് നെസസറി ചെക്കപ്പുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു അല്ലെ? പേഷ്യൻസിനുള്ള അവർക്കുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു അല്ലെ? ചെക്കപ്പുകള് ഷെഡ്യൂൾ ചെയ്യുന്നു, കൂടാതെ ഫോളോ അപ്പുകൾ നടത്തുന്നു. അതർ റിക്വയർഡ് അവർക്ക് മറ്റാവശ്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു. പിന്നെ അവരെന്താണ്? ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം. അവര് അവിടെ തന്നെ അതെല്ലാ കാര്യങ്ങളും നിലനിർത്തൂ അല്ലെ? ആ ഹോസ്പിറ്റലിൽ വീണ്ടും അവര് വരും അല്ലെ? ചെക്കപ്പിനായിട്ട് വരും, അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കും, ഫോളോ അപ്പുകൾ നടത്തും അല്ലെ? ടെസ്റ്റുകൾ ചെയ്യും, ട്രീറ്റ്മെന്റുകൾ അവര് വീണ്ടും അവരെന്താണ്? അവരുടെ വിവരങ്ങൾ അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. ക്ലിയർ ആയത്? ഇപ്പൊ മിക്കവർക്ക് എന്തുണ്ടാവും? ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ഉള്ളവര് അതല്ലെങ്കിൽ പ്രായമായ അവർക്ക് ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ? സ്ഥിരമായി പോകുന്ന അല്ലെ? അതെന്തുകൊണ്ടാണ്? ഇത് അവരോട് നമുക്ക് അത്രത്തോളം വിശ്വസ്തത അല്ലെ? സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടല്ലേ നമ്മൾ സ്ഥിരമായി ആ ഡോക്ടറെ തന്നെ കാണുന്നത്. അപ്പൊ അതെന്താ? അവര് അവിടെ തന്നെ നിലനിർത്തും. അവരുടെ അപ്പോയിന്റ്മെന്റ്സുകള്, ഫോളോ അപ്സുകള്, മറ്റുള്ള അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ അവരെന്താണ്? അവിടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ക്ലിയർ ആയത്? Satisfied patients are also grand ambassador for hospital. Grand ambassador എന്താണ്? അംബാസിഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ അംബാസിഡർ ആരാ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ അംബാസിഡർ നമ്മ ടിവിയിലൊക്കെ പരസ്യം, മോഹൻലാൽ. ആളെന്താ ചെയ്യുന്നേ? അഡ്വർടൈസിങ് അല്ലെ? ആണോ? പരസ്യം, പ്രൊമോഷൻ, പരസ്യം അല്ലെ? മറ്റുള്ളവര്. അപ്പൊ ഇതെന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? അങ്ങനെ ഈ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ? ആണോ? അതുകൊണ്ട് അവരെന്ത് പറയുന്നു? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ. They tell their friends and family about good experience and bad ones with their friends and family. എന്താണ്? അവർക്ക് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഗുഡ് എക്സ്പീരിയൻസ്, നല്ലതായ എക്സ്പീരിയൻസിനെ കുറിച്ചും മോശമായിട്ടുള്ള കാര്യത്തെ കുറിച്ചും അവര് അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ ഫാമിലിയോട് പറയുന്നു, ഷെയർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകൾക്ക് വർദ്ധിച്ച ലാഭം ലഭിക്കുന്നുണ്ട് അല്ലെ? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുമ്പോ അവിടെ ഒരുപാട് പേഷ്യൻസ് വരും. അവരുടെ ഫോളോ അപ്പുകള്, അവരുടെ ചെക്കപ്പുകള്, അവരുടെ ഫർദർ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അവർ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തും. അതുവഴി അവർക്ക് എന്ത് ചെയ്യുന്നു? ഫേമസ് ആവും, ഒരുപാട് പേഷ്യൻസിനെ ലഭിക്കും അല്ലെ? ന്യൂ പേഷ്യൻസിനെ ലഭിക്കും. അപ്പൊ അവരുടെ വരുമാനം വർദ്ധിക്കുന്നു അല്ലെ? ഇൻകം വർദ്ധിക്കുന്നു. അപ്പൊ നോക്കിയേ, കണ്ടന്റഡ് പേഷ്യൻസ് ഇവഞ്ച്വലി ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ഫോർ ഹോസ്പിറ്റൽ ഇൻ മെനി വേസ്. എന്താണ്? കണ്ടന്റഡ് ആയിട്ടുള്ള, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് പലതരത്തിൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റിനെ, ലാഭത്തെ ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഫസ്റ്റ്, contented patients shop for their appointments, which means the hospital don't lose money on dead hours during the day. എന്താണ്? കണ്ടന്റഡ് ആയിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്തെടുക്കുന്നു? അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റോ 2 പേഷ്യന്റോ ആണോ വരുന്നത് ഒരു ദിവസം? ഇല്ല അല്ലെ?
അപ്പൊ അവർക്ക് വെറുതെ കളയാനുള്ള സമയമുണ്ടോ ഹോസ്പിറ്റലില്? വെറുതെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവോ ഹോസ്പിറ്റലില്? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യാണ്? കണ്ടന്റഡ് പേഷ്യൻസ് ഷോപ്പ് ദെയർ അപ്പോയിന്റ്മെന്റ്സ്. കണ്ടന്റഡ് ആയിട്ടുള്ള, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു. വിച്ച് മീൻസ് ദാറ്റ് ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് മണി ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസം അവർ വെറുതെ കളയുന്ന സമയം കുറവായിരിക്കും അല്ലെ? അതുവഴി അവർ പാഴാക്കുന്ന എന്താണ് മണി, പൈസയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്താണ്? ഒരുപാട് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാനും സാധിക്കില്ല, അവിടേക്ക് കൂടുതൽ പൈസയും കിട്ടുന്നു അല്ലെ? അല്ലെ? ഓരോ പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ നമുക്കറിയാലേ അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് ഈടാക്കുന്നുണ്ടോ? അഡ്മിഷൻ ഫീ അല്ലേ? അത് കഴിയുമ്പോ ഓരോ കാര്യങ്ങൾക്കും വീണ്ടും വീണ്ടും പൈസ അല്ലെ? എന്താണ്? അങ്ങനെ അവർക്ക് വെറുതെ പാഴാക്കി കഴിയുന്ന സമയമില്ലാതെ അവർ ഏത് സമയം എന്തായിരിക്കും? ബിസി ആയിരിക്കും അല്ലെ? നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ്ലി ദേ ഓൾസോ പ്രൊവൈഡ് ഗ്രാൻഡ് റിവ്യൂസ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ട്. എന്താണ്? കൂടാതെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവർ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിലുള്ള ഒരു റിവ്യൂ കൊടുക്കുന്നു അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ ഒരു നല്ല റിസൾട്ട്, നല്ലൊരു റിവ്യൂ, നല്ലൊരു റിസൾട്ടും ഹോസ്പിറ്റലുകൾക്ക് നൽകുന്നു. ദാറ്റ് ലീഡ്സ് ടു ന്യൂ പേഷ്യൻസ്. ഇതെന്തിലേക്കാണ് നയിക്കുന്നത്? ഹോസ്പിറ്റലിനെ ലീഡ്സ് ടു ന്യൂ പേഷ്യൻസ് അക്വിസിഷൻ അല്ലെ? ആൻഡ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്. എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പുതിയ പേഷ്യൻസിനെ ലഭിക്കാനും ഈ നല്ല രീതിയിലുള്ള റിവ്യൂയിലൂടെ അല്ലെങ്കിൽ നല്ല പേഷ്യൻസ് സർവേകളിലൂടെ അവർക്ക് പുതിയ പേഷ്യൻസിനെ ലഭിക്കാനും ഇൻഷുറൻസ് തിരിച്ചടവ് ഇംപ്രൂവ് ചെയ്യിക്കാനും വർദ്ധിക്കാനും സാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് ഉള്ളവർ കുറവായിരിക്കും അല്ലെ? ഒരു മിക്ക ആളുകൾക്ക് എന്തെടുത്തിട്ടുണ്ടാവും? അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആക്കും, അല്ലെങ്കിൽ ചെക്കപ്പുകൾ ഫർദർ പ്രൊസീജിയർ ഒക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഇട്ടാണോ പൈസ ലഭിക്കാനല്ലേ കൂടുതലായിട്ട്? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്തവർ കുറവാണ്. അപ്പൊ നോക്കിയേ, ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്, ഇൻഷുറൻസിന്റെ തിരിച്ചടവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. എന്താ പറഞ്ഞേ? ഇൻഷുറൻസ് ഉള്ളവര് കൂടുതലായിരിക്കും അല്ലെ? ഇല്ലാത്തവര് കുറവായിരിക്കും അല്ലെ? മിക്കവരും ഇപ്പൊ അങ്ങനെ തന്നെയാണ് അല്ലെ? ഇപ്പൊ എന്താണ്? നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നുണ്ട് അല്ലെ? ജീവിതശൈലി രോഗങ്ങള്, ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോള് അല്ലെ? ആണോ? ചെറുതിലെ ഒരു പണ്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ എന്തോ ഒരു ആക്സിഡന്റുകള് ഒരു ഏജ് ആയിട്ടല്ലേ വന്നിരുന്നത്? ഒരു 50 എബോവ് ആകുമ്പോഴാണ് അല്ലെ ബ്ലോക്കുകള് അല്ലെ വന്നിരുന്നത്? ഇപ്പൊ അങ്ങനെയാ, 3 വയസ്സുള്ള കുട്ടിക്ക് വരെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ആളുകൾ അതിന് അപ്പൊ അവർക്ക് പൈസ ചെലവ് കൂടുതലാണ് അല്ലെ ട്രീറ്റ്മെന്റിന് വേണ്ടി? ഇപ്പൊ അവരുടെ വരുമാനത്തിലും കൂടുതൽ അവർക്ക് ചിലപ്പോ എന്താണ്? ഓരോ മാസവും ചിലപ്പോ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാകുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻഷുറൻസുകളൊക്കെ എടുക്കും അല്ലെ? ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ കൊടുക്കും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്. കൂടുതൽ പേഷ്യൻസിനെ കിട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? കൂടുതൽ തിരിച്ചടവ് ലഭിക്കുന്നു അല്ലെ ഹോസ്പിറ്റലുകൾക്ക്? ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ അല്ലേ? എൻഹാൻസ്ഡ് സ്റ്റാഫ് മോറൽ. എന്ത് ചെയ്യുന്നുണ്ട്? ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു അല്ലെ? മോറൽ സാറ്റിസ്ഫൈഡ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ജീവനക്കാരുടെ മനോവീര്യം കൂടുന്നുണ്ടോ? മോറൽ കൂടുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചേഴ്സ്.
ഓക്കെ. എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ട് തരാം കേട്ടോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. Generating a patient-focused culture doesn't have to come at the cost of employee satisfaction. നമ്മ എങ്ങനെയുള്ള ഒരു സർവീസ് ആണ് ഹോസ്പിറ്റലില്? പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ ആണ് അല്ലേ? പേഷ്യൻസ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സേവനമാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. പക്ഷെ പേഷ്യൻസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ? നമ്മ അവിടുത്തെ സ്റ്റാഫിന്റെ സാറ്റിസ്ഫാക്ഷനും കൂടി നോക്കണം അല്ലേ? സ്റ്റാഫുകളുടെ പെർഫോമൻസ്, സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൊന്ന് വിലയിരുത്തണം അല്ലെ? അതും കൂടി ഒന്ന് കണക്കിലെടുക്കണം. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. ഒരു നല്ല രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പേഷ്യന്റ് രോഗി പരിചരണം കൊടുക്കാനായിട്ട് എന്താണ് ഒരു ക്രൂഷ്യൽ പാർട്ട്, പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഉൾപ്പെടുത്തുന്നതിനും എന്താണ് അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുന്നത് അല്ലെ? പ്രചോദനം കൊടുക്കുന്നതും ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലെ? ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് നല്ല എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് നല്ല ഫെസിലിറ്റീസ് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും എങ്ങനെയായിരിക്കണം? ഗുഡ് പെർഫോമർ ആയിരിക്കണം അല്ലെ? നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം അല്ലെ? അപ്പൊ എന്താണ് അതിലെന്താണ് എന്താണ് അതിൽ അവരെ ഉൾപ്പെടുത്തുകയും ആ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തുകയും അതിന് അവർക്ക് വേണ്ട പ്രചോദനം, മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് അല്ലെ? ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, സെറ്റിംഗ്സ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രെസ് ഉള്ള ഒരു ഒരു കുറച്ചു നേരം നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഭാഗത്തൊന്ന് ഇച്ചിരി നേരം ചെന്ന് നിന്നാ മതി. നമുക്ക് തന്നെ ആകെ ടെൻഷൻ ആയിപ്പോ അല്ലേ? ആണോ? അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് ആണ്. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ employee make them able to perform their jobs to the best of their abilities and make them feel valued and increase staff retention. എന്താണ് നമ്മ ഹോസ്പിറ്റലില് ആ സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്ങുകള്, പരിശീലനങ്ങള് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജോലികള് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട കഴിവുകൾ ലഭിക്കുന്നു അല്ലെ? എബിലിറ്റീസ് ലഭിക്കുന്നുണ്ടോ? നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ്സുകള്, ട്രെയിനിങ്ങുകള്, മോട്ടിവേഷൻസ് അല്ലെ? മോക്ക് ഡ്രില്ലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അവരുടെ കഴിവും വൈദഗ്ധ്യമൊക്കെ വർദ്ധിപ്പിക്കും അല്ലെ? കൂടാതെ അവർക്ക് എന്ത് ചെയ്യുന്നു? മേക്ക് ദം ഫീൽ വാല്യൂഡ് ചെയ്യോ? അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ആ സ്റ്റാഫിനെ വിലമതിക്കുന്നുണ്ടെന്നൊരു ഫീല് തോന്നും അല്ലേ? സ്റ്റാഫുകളെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തിയാല് അവർക്ക് അങ്ങനെ ഫീൽ വാല്യൂഡ്, അവരെ വിലമതിക്കുന്നുണ്ട്, അവരെ എല്ലാ കാര്യത്തിലും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഫീല് തോന്നുന്നു. ആൻഡ് ഇൻക്രീസ് സ്റ്റാഫ് റിട്ടൻഷൻ. ഇത് എന്ത് ചെയ്യുന്നു? സ്റ്റാഫുകളെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു അല്ലെ? ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, അപ്പൊ നമ്മൾ അവിടുത്തെ മാനേജ്മെന്റ് നമ്മളെ നല്ല രീതിയിൽ പരിഗണിക്കുന്നില്ല, നമുക്ക് വേണ്ട ഒരു ബെനിഫിറ്റ്സും തരുന്നില്ലെങ്കിൽ നമ്മ അവിടെ വർക്ക് ചെയ്യോ? ഒരു വർഷം അല്ലെ? ഏകദേശം ഒരു വർഷം നിന്ന് കഴിഞ്ഞിട്ട് നമ്മ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് നോക്കി പോകൂല്ലേ? ആണോ? അപ്പൊ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ പേഷ്യൻസിനെ നൽകുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും അവിടെ സ്ട്രെങ്തൻ ചെയ്യും, സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിലൂടെ അവരുടെ കഴിവുകൾ വർദ്ധിക്കുകയും അവർക്ക്
അവരെ പരിഗണിക്കുന്നുണ്ട്, അവരെ വിലമതിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് തോന്നുകയും ആ സ്റ്റാഫുകൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. Experienced staff know how to carry out attentive service. Attentive service എന്ന് പറഞ്ഞാല് ശ്രദ്ധയുള്ള സേവനങ്ങൾ. ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അറിയാൻ സാധിക്കോ ആർക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ള പരിചരണം കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അറിയാൻ സാധിക്കുന്നു ശ്രദ്ധയുള്ള പരിചരണം, ശ്രദ്ധയുള്ള സേവനം ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അറിയാൻ സാധിക്കുന്നു. കൂടാതെ എന്തായിരിക്കും, പേഷ്യൻസ് ഫോക്കസ്ഡ് സർവീസ് ആയിരിക്കില്ല അവർ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് നിപ്പ വൈറസ് വന്നപ്പോ ഒരു നേഴ്സ് മരണപ്പെട്ടോ? മരണപ്പെട്ടോ? അവരെന്താ ശ്രദ്ധിച്ചേ? അവരവരുടെ ജീവനെ അല്ലേ, ജീവന് എന്താണ് സ്വന്തം ലൈഫ് അവര് സേവ് ചെയ്യാനല്ല നോക്കിയത് അല്ലെ, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ അവരോടൊക്കെ വരുന്ന പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്താനാ നോക്കിയത് അല്ലെ. അവരുടെ സർവീസ് എങ്ങനെയുള്ളതാണ്, പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ് ആയിരിക്കും. ക്ലിയർ ആയത്? That helps to boost patient satisfaction scores. ഇങ്ങനെയുള്ള സർവീസുകൾ ആ പേഷ്യൻസിന്റെ മോറൽ മനോവീര്യം കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ സ്കോർ, അവരുടെ ആ സ്കോർ വർദ്ധിപ്പിക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്യാനായി സഹായിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ ആണോ? ഓക്കെ, മിസ് ഇന്ന് എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് മിസ് പിന്നെ എടുക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് എടുത്താൽ തീരില്ല, അപ്പൊ മിസ് ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.